ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഓസ്മോ പോക്കറ്റ് 3 ക്രിയേറ്റർ കോംബോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഓസ്മോ പോക്കറ്റ് 3. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി ഇതൊന്ന് സെറ്റപ്പ് ചെയ്യണം. ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ബാറ്ററി പാക്ക്, പിന്നെ ഹാൻഡിൽ, പിന്നെ അതിൻ്റെ ട്രൈപോഡ്, പിന്നെ USB-C കേബിള്, മൈക്ക് 2 ആണ് ഇത്, മൈക്ക് 2. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നതാണത്. നമുക്ക് അതിൻ്റെ കൂടെ ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വരുന്നത് ഒരു വൈഡ് ആംഗിൾ ലെൻസ്. ഇപ്പോൾ കിടക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് 20 mm ആണ് ഇതിൻ്റെ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വൈഡ് ആംഗിൾ ലെൻസാണ്. ഇതെന്ന് പറഞ്ഞാൽ 15 mm വൈഡ് ആംഗിൾ ലെൻസാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വൈഡ് മീൻസ് ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ ഇപ്പം റിയൽ എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 50 mm വളരെ യൂസ്ഫുള്ളാണ്. ദാറ്റ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ക്രിയേറ്റർ കോംബോ ആണ്. അപ്പോൾ ഇതിൻ്റെ കോംബോ ആയതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം കാനഡയിൽ നിന്ന് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് പറയാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പം ഇത് ക്രിയേറ്റർ കോംബോ ആയതുകൊണ്ട് $929 ആണ്. അതായത് $929 ആണ് ബിഫോർ ടാക്സ്. ജസ്റ്റ് ഇത് മീൻസ് കോംബോ ഒന്നും അല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $719 ആണ്. $719 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പം ഞാനിത് ഈ വെർഷൻ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് വെർഷൻ എടുക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. പക്ഷേ കുറേ റിവ്യൂസ് ഇത് കണ്ടു. വളരെ നല്ല അഭിപ്രായമാണ് ആൾക്കാർ പറഞ്ഞത്. കുറേ നമ്മുടെ മലയാളി യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ ഇത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റമാണ്. ഓൺലൈനിൽ ഇത് അവൈലബിൾ അല്ല. നമ്മളിങ്ങനെ കുറേ നാൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഞാൻ ക്രിയേറ്റർ കോംബോയ്ക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത്. മറ്റേ സാധാരണ കോംബോ അല്ലാത്ത വെർഷൻ നമുക്ക് കിട്ടാനുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓണാക്കി ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ പോക്കറ്റ് 3ലാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത്. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാവുന്ന ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. പോക്കറ്റ് 2ലും പോക്കറ്റ് 1ലും ഒക്കെ മീൻസ് ജസ്റ്റ് സ്റ്റഡി ഒരു സ്ക്രീനായിരുന്നു. അപ്പോൾ ഇത് വേണം. ഇപ്പോൾ ഓഫായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, സ്വിച്ച് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടാൽ മതി. ഇങ്ങനെ ആക്കിയാൽ മതി, ഇത് തന്നെ സ്ക്രീൻ ഓൺ ആകും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പോർട്രേറ്റായിട്ട് വേണമെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ, മീൻസ് ഇങ്ങനെ. അപ്പോൾ നമുക്കിപ്പോൾ വ്ളോഗൊക്കെ ചെയ്യാനും റീൽസൊക്കെ ചെയ്യാനൊക്കെ ഇതാണ് ബെസ്റ്റ്. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് മീൻസ് ഓക്കെ. അപ്പം ഇതിപ്പോൾ കിടക്കുന്നത്, ഇത് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. 4K നമുക്ക് നോർമൽ വീഡിയോയിൽ 60 ഫ്രെയിം റേറ്റ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് മെനു എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം, പനോരമയിൽ ഷൂട്ട് ചെയ്യാം, ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം, വീഡിയോ എടുക്കാം. വീഡിയോ ആണിപ്പോൾ ഞാൻ കാണിച്ചത്. പിന്നെ ലോ ലൈറ്റ്, രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ ലൈറ്റ് ഇട്ടാൽ അത് വരും. പിന്നെ സ്ലോ മോഷനിലെ ഫ്രെയിം റേറ്റ് വരുന്നത് കണ്ടില്ലേ, 4Kയിൽ 120 ഫ്രെയിം വരുന്നുണ്ട്. അപ്പം ഭയങ്കര നല്ല അടിപൊളി നല്ല ഇതായിട്ട് വരും. പിന്നെ വരുന്നത് മുകളിൽ നിന്ന് താഴോട്ട് എടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. കുറേ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ കുറേ സെറ്റിങ്സ് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് എന്താ പറയുക, പിന്നെ ഇതിൻ്റെ സെറ്റിങ്സാണ് വരുന്നത്. ലാസ്റ്റ് സെറ്റിങ്സ്, വീഡിയോ സെറ്റിങ്സ്, അങ്ങനെ കുറേ സെറ്റിങ്സ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്, നമ്മുടെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് എത്ര കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളതാണ് വരുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക, ഓക്കെ, സ്ലോ മോഷനിൽ കിടക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള സെറ്റിങ്സ് ഒന്നും വരാത്തത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫി മോഡ് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് സെറ്റിങ്സ്, വയർലെസ് മൈക്കിൻ്റെ സെറ്റിങ്സ്, പിന്നെ ഗിംബലിൻ്റെ ഫോർവേഡ് ഏത് ഡയറക്ഷൻ പോകണം എന്നുള്ളത്, ചരിഞ്ഞ് പോകണോ ബാക്ക്വേഡ് വേണോ, അങ്ങനെ അതാണത് വരുന്നത്. പിന്നെ റൊട്ടേറ്റ് സ്ക്രീൻ പവേർഡ് ഓഫ് 2 സെക്കൻഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി അതൊരു നെവർ ആക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓഫാകും, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ സ്ലൈഡർ കൺട്രോള്, ഗിംബൽ, സെൽഫി ഫ്ലിപ്പ്, അങ്ങനെ വയർലെസ് കണക്ഷൻ.
വയർലെസ് ഇൻഫോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈലിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് ലാൻഡ്സ്കേപ്പ് മോഡ് അല്ലെങ്കിൽ മറ്റേ മോഡ് പോർട്രേറ്റ് അങ്ങനെ. പിന്നെ വരുന്നത് ഡിഫോൾട്ട് മറ്റേ ഇറ്റ്സ് ഗിംബൽ മൂവ്സ്, അതായത് സ്പോർട്ട് മോഡിൽ വേണോ സ്ലോയിൽ വേണോ. അപ്പം എപ്പോഴും ഡിഫോൾട്ട് ഇടുന്നതായിരിക്കും. ഞാൻ മിക്കപ്പോഴും ഷൂട്ട് ചെയ്യുമ്പം സ്ലോയിൽ ഇടുന്നതായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാരണം കുറച്ച് നല്ല സ്റ്റഡി ആയിട്ട് വരും. നമ്മുടെ കൈ ഒത്തിരി ഷേക്ക് ആയാലൊന്നും നമുക്കങ്ങനെ അത്രയും എഫക്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം സ്ലോയിലിടാം. പിന്നെ ഇത് 3 മോഡുണ്ട്. ഫോളോ ഉണ്ട്, ടിൽറ്റ് ലോക്ക്ഡ് ഉണ്ട്, FPV ഉണ്ട്. FPV എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ കണ്ടില്ല, ഒരു ഫ്രീ ആയിരിക്കും ഇതിൻ്റെ ഗിംബൽ, ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കും. പിന്നെ വരുന്നത് എന്താ പറയുക, ഫോളോ മോഡുണ്ട്. ഫോളോ മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സാധാരണ നമ്മളിപ്പോൾ ഒരു ഇതൊക്കെ ചെയ്യത്തില്ല, നമ്മളെന്താ പറയുക, നമ്മൾ ഇപ്പോൾ റീൽസൊക്കെ എടുക്കാനും എങ്ങനെയാണേലും കണ്ട ഇതെല്ലാം നല്ലൊരു അവിടെ തന്നെ നിൽക്കും. മറ്റേതുപോലെ ക്യാമറ ആടത്തില്ല. നമ്മൾ ജോയ്സ്റ്റിക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലും കണ്ടില്ലേ അവിടെ തന്നെ നിൽക്കും. ഹെഡ് മാറുന്നില്ല കേട്ടോ. നമ്മൾ സ്ക്രീൻ നമ്മൾ കൈ അനങ്ങുന്നെങ്കിലും ആ ഫ്രെയിം തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ടിൽറ്റ് മോഡുണ്ട്. ടിൽറ്റ് മോഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മുകളിലോട്ടും താഴോട്ടും ആകത്തില്ല, ടിൽറ്റ് സൂം ആവും. ഫോളോ മോഡുണ്ട്, ടിൽറ്റ് മോഡുണ്ട്, അങ്ങനെ FPV ഉണ്ട്. പിന്നുള്ള മോഡെന്ന് പറഞ്ഞാൽ സെൽഫി മോഡാണ്. കണ്ടില്ലേ, സെൽഫി മോഡായി. അത് കഴിഞ്ഞപ്പം അങ്ങോട്ട് വീണ്ടും തിരിഞ്ഞുകൊണ്ട. അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ്സ് ആണ്. നമുക്ക് ഒരു ഇത് കൂട്ടാനുള്ളത്. സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ലോക്കാണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ലോക്ക് മാറും, ഊരിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാറ്ററി പാക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിലും വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രൈപോഡ് വേണമെങ്കിൽ ട്രൈപോഡ് വെക്കാം. അടിപൊളി. പിന്നെ ഉള്ളത് ഇതിൻ്റെ മൈക്ക് സെറ്റപ്പ്. ഇതിൻ്റെ മൈക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മൈക്കിൻ്റെ ക്വാളിറ്റി നോക്കണം. മൈക്ക് പവർ ഓൺ. ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇതിൻ്റെ മൈക്ക്. പവർ ഓണായി. DJI mic transmitter connected and used for an audience for 60% battery remaining. ബാറ്ററി പാക്ക് കൂടെ വെച്ചപ്പം 60% ബാറ്ററി ഉണ്ട്. കാരണം ഞാനിത് രണ്ടും ചാർജ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ചെയ്തതേ ഉള്ളൂ. അത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വെക്കുന്നുണ്ടെങ്കിൽ ചാർജ് ആവും. 48% ഉണ്ട് ഇപ്പോൾ. ഹലോ, ഓക്കെ. അപ്പോൾ ഇത് വെച്ചും മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പേഡായി. പിന്നെ ഇത് എന്താ പറയുക, നമ്മുടെ വിൻഡ് ഇത് ചെയ്യുന്നതിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ വൈഡ് ആംഗിൾ വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കണം. വൈഡ് ആംഗിൾ ജസ്റ്റ് ഒരു മാഗ്നറ്റാണ്, വെച്ചാൽ മതി. കുറച്ച് വൈഡായെന്ന് തോന്നുന്നില്ലേ? വൈഡാവുന്നുണ്ട് കണ്ടോ. സൈഡിൽ നോക്കിയാൽ കസേരയുടെ സൈഡൊക്കെ കാണാം. കണ്ടോ വൈഡ് ആംഗിൾ. അത് കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. മാഗ്നറ്റാണ്. ഓക്കെ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ DJI Mimo എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തൊരു ആപ്പാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ ചോദിക്കും 1 ഇയർ പ്ലാൻ ഉണ്ട്, 2 ഇയർ പ്ലാൻ ഉണ്ട്, ആക്സിഡൻ്റ് കൊളീഷൻ അതായത് DJI കെയർ എന്ന് പറയുന്ന പ്ലാനുണ്ട്. അത് വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കേണ്ട. 1 ഇയർ പ്ലാൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ 2 ടൈംസ് നമുക്ക് ആക്സിഡൻ്റ് ഡാമേജ് ഉണ്ട്. 2 ടൈംസ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ 2 ഇയർ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ 4 ടൈംസ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ലോ കോസ്റ്റിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, അതിന് 2 ഇയർ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ $55 വരുന്നത്. 1 ഇയർ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ $35 എടുക്കുന്നത്. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാനിപ്പം സ്കിപ്പ് ചെയ്യുവാണ്. സ്കിപ്പ് ചെയ്ത് കഴിയുമ്പം എന്താ പറയുക, ഗെറ്റ് സ്റ്റാർട്ടഡ്. എൻജോയ് ലൈഫ് വ്യൂ ഇൻ DJI Mimo. ഓക്കെ, താങ്ക് യു. അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ സെർച്ചിങ്, കണക്ട്, ജോയിൻ. അതായത് ഇതിൻ്റെ വൈഫൈയുടെ, അതായത് ഓസ്മോയുടെ വൈഫൈയായിട്ട് ഇത് സിങ്ക് ആവുന്നതാണ്, കണക്റ്റ് ആവുന്നതാണ്. കുറച്ച് ടൈം എടുക്കുമായിരിക്കും. കണക്റ്റായി. മൈക്രോഫോണ് കൊടുക്കുന്നു. ഞാനിപ്പം കാണുന്നത് എൻ്റെ മൊബൈലിലാണ് കാണുന്നത്. ഇതിൻ്റെ സ്ക്രീൻ എൻ്റെ മൊബൈലിലോട്ട് ഞാൻ അയക്കുന്നത്. അപ്പോൾ എനിക്ക് ലൈവായിട്ട് ഷൂട്ട് ചെയ്യുമ്പം ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് വേണമെങ്കിൽ, വലിയ സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ നോക്കിക്കൊണ്ട് എനിക്ക് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ലൈവ് വ്യൂ ആണ്.
കൊള്ളാമല്ലേ, അടിപൊളി. ഓക്കെ, ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം എടുക്കാം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഗിംബലിൻ്റെ സെറ്റിങ്സ് എല്ലാം മൊബൈലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. മുമ്പേ പറയാൻ മറന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്കിത് ഈ ഒരു സാധനമുണ്ട് ഇവിടെ ഒരു ഇതുണ്ട്, ഫേസ് ഓട്ടോ ഡിറ്റക്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഓട്ടോ ഡിറ്റക്റ്റ് ആകും ഫേസ്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് സോൺസ് നമുക്ക് സെലക്ട് ചെയ്യുക. അതായത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സോൺ കിട്ടും കേട്ടോ. ഓരോ സോണിൽ നമുക്ക് ഇത് കൊണ്ടുപോകാം, സെലക്ഷൻ കൊണ്ടുപോകാം, ഫോക്കസ് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു ഇതാണ്. പിന്നെ വരുന്നത് എന്താ പറയുക, സ്ലിംഗ് ഷോട്ട്. അതായത് 90 ഡിഗ്രി ആംഗിളിൽ വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഒരു 90 ഡിഗ്രി ചരിഞ്ഞ് ഇരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ. വേണമെങ്കിൽ അത് നമുക്ക് 180 ഡിഗ്രിയിലും മുകളിലേക്ക് പോകും കണ്ടോ. അങ്ങനെ ആ ഒരു ഓപ്ഷനുണ്ട്. അതൊന്ന് പറയാൻ മറന്നു പോയായിരുന്നു മുമ്പേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്തുള്ളത് വരുന്ന ഒരു കവറാണ്. ഇതൊരു കവർ വരുന്നുണ്ട്. എന്താ പറയുക, കവർ നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഓഫ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. അത് അടച്ചാൽ തന്നെ ഒക്കെ ഊരുക. ഇങ്ങനെയാണ്, കൊള്ളാമല്ലേ. പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കൂടെ നോക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, ലെൻസസ് വെക്കാനുള്ള സ്ഥലമാണിത്. ആ ലെൻസ് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിങ്ങനെ വെക്കാം. പരിപാടി കഴിഞ്ഞു. പോക്കറ്റിലിട്ട് നടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി ഇനി സെറ്റപ്പ് ചെയ്യാണ്ട് വീഡിയോ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഔട്ട് സൈഡും ഇൻസൈഡും നൈറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. ഈ ഹൈപ്പ് ഉള്ള അത്രയും ഇതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചെക്ക്. ഞാൻ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കട്ടെ ഇതെങ്ങനെയാണ്. നമുക്ക് വീഡിയോ കണ്ട് നമുക്ക് നോക്കാം ആക്ച്വലി. ഓക്കെ, ബൈ. ഓക്കെ, ഇനി നമുക്ക് നോക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൈഡിലത്തെ ഒരു മെനു ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ നമ്മൾ കാണിച്ചാൽ നമ്മൾ കുറേ ഡൗട്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഡൈനാമിക് ഫ്രെയിമിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഡൈനാമിക് ഫ്രെയിമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബേബു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിനെ സെലക്ട് ചെയ്തു. ബേബുവിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എങ്ങോട്ട് പോയാലും ഇങ്ങനെയൊക്കെയുള്ളൊരു ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പാടില്ല. നമുക്ക് ഇങ്ങനെ പോയാലും ആ ഒരു ക്യാമറ അങ്ങോട്ട് തന്നെ അതിന് ഫോക്കസ് ചെയ്തോളൂ. റെക്കോർഡ് ചെയ്യുന്നില്ല കണ്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബേബുവിനെ തന്നെ അത് ഫോക്കസ് ചെയ്തോളൂ. അപ്പം കുറേ ഐറ്റംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഇത് എന്താ പറയുക, 180 ഡിഗ്രി. ഇപ്പോൾ ഞാൻ 180 ഡിഗ്രിയിൽ ഇത് സെലക്ട് ചെയ്തു. ഇതുണ്ടല്ലേ 180 ഡിഗ്രിയിൽ ഇതിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ പോലെ വരുന്നുണ്ട്. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിസ്റ്റിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 180 ഡിഗ്രി ഇത് ഓട്ടോമാറ്റിക്കലി ഇത് പോയിട്ട് വരും, തിരിച്ചു വരും. ഇങ്ങനെ ഒരെണ്ണം ഷൂട്ട് ചെയ്തു. വെയിറ്റ്, വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ തിരിച്ച് വീണ്ടും അതേ പൊസിഷനിൽ വരും. ഇതാണ് 180 ഡിഗ്രി. പിന്നെ ഉള്ളത് 90 ഡിഗ്രിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ഒന്ന് കറങ്ങി വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും അതേപോലെ കറങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ കൈ കൊണ്ടുണ്ടാകുന്ന ഷെയ്ക്കൊക്കെ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ മാറ്റുന്നതിന് കുറേ നമുക്ക് ഓപ്ഷൻസ് കിട്ടും. അതിനകത്ത് നമുക്ക് എക്സ്പോഷർ ഓട്ടോ കൊടുക്കാം. എന്താ പറയുക, കളറ് ഞാൻ മുമ്പേ പറഞ്ഞ കളറ്, പിന്നെ ഗ്ലാമർ എഫക്റ്റ് ഓണ്, പിന്നെ വൈറ്റ് ബാലൻസ് നമുക്കെല്ലാം സെലക്ട് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഫോക്കസ് മോഡ് കണ്ടിന്യൂസ്, അതെല്ലാം ആ ഓപ്ഷനെല്ലാം മുമ്പേ മൊബൈലിൽ കണ്ട ഓപ്ഷനെല്ലാം നമുക്ക് ഈ ഒരു മെനുവിൽ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് കുറേ ഷോട്ടുകളിലേക്ക് പോകാം. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഷോട്ടുകളൊക്കെ എടുത്ത് നോക്കാം. നൈറ്റിലും സ്ലോ മോഷനിലും അല്ലാതെ ഡേയിലും. അപ്പോൾ നമുക്ക് ഞാൻ മൊബൈലിലും സെയിം എടുക്കാം, 15 Pro Max. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ഗോ.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ DJI Osmo Pocket 3യുടെ റിവ്യൂ. വീഡിയോ ക്വാളിറ്റി എല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് മൈക്കിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഓഡിയോ ഇത് മൈക്കിനകത്ത് നിന്നാണ് വരുന്നത്. ഇതിനകത്ത് വിൻഡിൻ്റെ ഇതുണ്ട്, എന്തോ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൈക്ക് 2 ആണ്. ഇതിനകത്ത് ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. അതായത് വീഡിയോ ഇല്ലാതെ തന്നെ നമുക്ക് ഈ മൈക്ക് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയിട്ട് നമ്മൾ ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് വോയിസ് റെക്കോർഡാവും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വോയിസ് നോട്ട് മാത്രം മതിയെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം മതി, നമുക്ക് വോയിസ് നോട്ട് കിട്ടും. ഇത്രയും മുമ്പെല്ലാം കേട്ടുകൊണ്ടിരുന്നതെല്ലാം നമ്മുടെ റോഡിൻ്റെ ഓഡിയായിരുന്നു. അപ്പോൾ ഇതാണ് DJI മൈക്കിൻ്റെ ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു മാഗ്നറ്റ് പീസ് വരുന്നുണ്ട്, ഒരു DJIയുടെ മാഗ്നറ്റ് പീസ് വരുന്നുണ്ട്. ഇതുള്ളത് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതുമായിട്ട് അറ്റാച്ച് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എവിടെ വേണമെങ്കിലും നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്രാക്കിംഗ് ഒക്കെ നല്ല സ്മൂത്താണ് കേട്ടോ വീഡിയോയുടെ. പിന്നെ ഇതിന് ബാറ്ററി ലൈഫ് നല്ലതാണ്, ഞാനത് പറയാൻ മറന്നു. ഇതിന് ബാറ്ററി ലൈഫ് നല്ലതാണ് മൈക്കിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കേട്ടത് അത്രയും വലിയൊരു സംഭവമാണോ ഇതെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും വലിയ അഭിപ്രായം ഇല്ല. അത്ര വലിയ സംഭവം നമ്മൾ കളർ ഗ്രേഡിംഗ് ഒന്നും കൊടുത്തില്ലെങ്കിലൊക്കെ വളരെ ശോകമാണ്. റോയായിട്ടൊന്നും നമുക്കത് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നോക്കത്തില്ല വീഡിയോ. ശോകം കളർ ഇതാണ്, അത്ര കളർഫുള്ളല്ല. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്താ പറയുക, ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതൊരു എക്സ്ട്രാ ഈ ഒരു എന്താ പറയുന്നത് ഡിവൈസ് മേടിക്കണമെന്നില്ല. അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് നല്ലതാണ്. അപ്പോൾ മൊബൈലിലേക്കാളും നല്ലത് എനിക്ക് ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്നുണ്ട്, ഗിംബൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിത് പ്രയോജനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പം അതല്ല, നമുക്കൊരു നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഇതിനേക്കാളും നല്ല വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ കണ്ടിടത്തോളം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് നല്ലതാണ്. അതെ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പിടിച്ചു. ഞാനത് മാറ്റി കഴിയുമ്പോൾ വീണ്ടും എൻ്റെ ഫേസായി. അപ്പോൾ നമ്മുടെ അപ്പോൾ അത് ഫാസ്റ്റാണ്. അപ്പോൾ അതൊരു സംഭവം കൊള്ളാം. പിന്നെ ഇതിൻ്റെ ഗിംബൽ ഭയങ്കര സ്മൂത്താണ്, റൺ ചെയ്യുമ്പോഴൊക്കെ വളരെ സ്മൂത്താണ്. പിന്നെ ഭയങ്കര ഹാൻഡിയാണ്. ചെറിയൊരു ക്യാമറ ആയതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് ആൾക്കൂടുതലൊക്കെ എടുക്കുമ്പോൾ നടക്കുമ്പോൾ ആരും അങ്ങനെ നോട്ട് ചെയ്യത്തില്ല. മൊബൈലൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് നമ്മളെ പെട്ടെന്ന് നോട്ട് ചെയ്യും. പക്ഷേ ഇതാകുമ്പോൾ ചെറിയൊരു ഹാൻഡിയാണ്, അങ്ങനൊരു ഗുണമുണ്ട്. അപ്പം വലിയ സംഭവമാണോ അല്ല, അത് മോശമാണോ അതുമല്ല. ഇതാണ് എൻ്റെ ഒരു റിവ്യൂ വെച്ചുള്ള ഒരു അഭിപ്രായം. അപ്പം നിങ്ങളുടെ എതിരഭിപ്രായമാണെങ്കിലും നല്ല അഭിപ്രായമാണെങ്കിലും പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.